നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാൻ ടോൾ ഏർപ്പെടുത്തി തുടങ്ങിയതോടെ കടുത്ത നടപടികളുമായി അമേരിക്ക രംഗത്ത് വരികയാണ്. ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്ക് നേരെ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ്. ഇത്തരം രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരെ വിളിച്ച് ഇറാനുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നാലെ അമേരിക്കയ്ക്ക് അതീതമായി ഒരു രാജ്യവും വളർന്നിട്ടില്ലെന്ന ഭീഷണി അമേരിക്കൻ ട്രഷറി വകുപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാനുമായി സഹകരിക്കുന്ന, ഇറാനെ അതിജീവിക്കാനായി സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, അന്താരാഷ്ട്ര തലത്തിൽ അവരെ ഒറ്റപ്പെടുത്തുക എന്ന നയമാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഇറാനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുക, സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുക, അങ്ങനെ ഇറാനെ അമേരിക്കയുടെ വരുതിക്ക് കൊണ്ടുവരിക എന്ന തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പയറ്റുന്നത്. നേരത്തെ ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന്റെ എണ്ണ വിൽപ്പനയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക വലിയ രീതിയിലുള്ള സേനാവിന്യാസം ഹോർമൂസ് കടലിടുക്കിൽ നടത്തിയിരുന്നു. ഇറാന്റെ വരുമാന മാർഗമായ എണ്ണ കയറ്റുമതി അതോടുകൂടി അവസാനിച്ചിരുന്നു. അതായത് ഇറാൻ തുറമുഖങ്ങളിലേക്ക് കപ്പലുകളെ അടുപ്പിക്കാൻ അനുവദിക്കാതെ, ഇറാൻ തുറമുഖത്തു നിന്നും ഒരു കപ്പലും പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെയായിരുന്നു അമേരിക്കയുടെ ഉപരോധം. ഇതൊരു പരിധിവരെ ഇറാനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദീർഘകാലം ഇത്തരം ഉപരോധം നടപ്പിലാക്കിയിട്ടും ഇറാനെ വരുതിക്ക് നിർത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ കടുത്ത നടപടികളുമായി അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്നുറപ്പാണ്. 13 ദിവസം നീണ്ടുനിന്ന തുടർച്ചയായ സൈനിക ഇടപെടൽ കൂടി നടത്തിയിരുന്നു ഇതിനിടയിൽ അമേരിക്ക. പക്ഷേ അവിടെയൊന്നും അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ അത് ഒരു കാരണവശാലും നിറവേറ്റാൻ സാധിച്ചില്ല. അമേരിക്കൻ ആക്രമണങ്ങളെ ഇറാൻ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. അമേരിക്ക ആക്രമിക്കുമ്പോഴെല്ലാം ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടായിരുന്നു ഇറാൻ തിരിച്ചടി നടത്തിയത്. എന്നാൽ ഇറാന്റെ തിരിച്ചടി ശക്തമായി തന്നെ, അല്ലെങ്കിൽ ഫലപ്രദമായി തന്നെ ഗൾഫ് രാജ്യങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ സൈനിക നടപടികൾ കൊണ്ട് ഫലമില്ലാതായപ്പോഴാണ് അമേരിക്ക സാമ്പത്തികമായി ഇറാനെ ശ്വാസം മുട്ടിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതും അതിന് ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേര് നൽകിയിരിക്കുന്നതും. ഇതുവരെ 60 സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കും വ്യക്തികൾക്കും നേരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നിൽക്കുന്ന രാജ്യങ്ങളെ അമേരിക്ക ഡോളർ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കും. മാത്രമല്ല, അമേരിക്കയുടെ ആവശ്യപ്രകാരം ഇറാനുമായിട്ടുള്ള ഇടപാടുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടിയും സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തുമെന്ന് US ട്രഷറി വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ വ്യാപാര പങ്കാളികൾ അമേരിക്കയുടെ ഭീഷണിയെ തള്ളിക്കളയുമെന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ ഈ വ്യാപാര യുദ്ധം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ സാമ്പത്തിക യുദ്ധം, അതിനെ ഇറാൻ മറികടക്കുമെന്നും സൈനികമായി ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ാണ് മറ്റു രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്താൻ നടക്കുന്നതെന്നുമാണ് ഇറാന്റെ നിലപാട്. എന്തായാലും അമേരിക്കയുടെ ഈ പുതിയ ശ്രമങ്ങളെയും ഇറാൻ പുച്ഛിച്ചു തള്ളുകയാണ് എന്നുറപ്പാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്ന ഈ സാമ്പത്തിക ഉപരോധം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. കാരണം ഇറാനുമായി ഇന്ത്യക്ക് തന്ത്രപരമായ ചില ബന്ധങ്ങളുണ്ട്. ഇറാനിൽ നിന്നും എണ്ണയും LPG-യും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുമെല്ലാം ഇന്ത്യ ഇറക്കുമതി ചെയ്യാറുണ്ടായിരുന്നു. ഇത് ഈ വ്യാപാര ബന്ധത്തിൽ ഇപ്പോൾ വലിയ വിള്ളലുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയുടെ ഭീഷണിയെ തുടർന്ന്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഉപരോധത്തെ തുടർന്ന് ഇറാനുമായിട്ടുള്ള ഇടപാടുകൾ ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറച്ചു വരികയാണ്. എന്നാലും ഇറാനുമായി ഇപ്പോൾ തന്ത്രപരമായ ചില വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യക്കുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക നീക്കം ചെയ്തത്. അന്ന് തന്നെ ഇറാൻ ആദ്യം സമീപിച്ചത് ഇന്ത്യയായിരുന്നു. ഇന്ത്യക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ ഇറാനും എണ്ണ നൽകാൻ തയ്യാറാണ് എന്നാണ് അന്ന് ഇറാൻ അറിയിച്ചിരുന്നത്. അതായത് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെട്രോളിയം ഇമ്പോർട്ടർമാരിൽ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എണ്ണ വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലാഭകരമാണ്. അല്ലെങ്കിൽ എണ്ണ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എണ്ണ വിറ്റുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഈ ഉപരോധങ്ങളെ മറികടന്ന് പുറത്തേക്ക് വരാനാണ് ഇറാൻ അന്ന് ശ്രമിച്ചത്. എന്നാൽ വീണ്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു. അതിൻ്റെ പേരിൽ ഉപരോധങ്ങൾ വീണ്ടും പ്രഖ്യാപിക്കുന്നു.
പ്രഖ്യാപിക്കപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനെ ഒന്ന് അനുകമ്പയോടുകൂടി നോക്കുന്ന രാജ്യങ്ങൾക്കെതിരെ പോലും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ കുറവുണ്ടാകും ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതായത് 9 ഇന്ത്യൻ കമ്പനികൾ 60 ഇന്ത്യൻ കമ്പനികൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും എല്ലാമാണ് ഇതിനോടകം തന്നെ അമേരിക്ക നടപടിയെടുത്തിട്ടുള്ളത്. ഇതിൽ 9 ഇന്ത്യൻ കമ്പനികളും 8 ഇന്ത്യക്കാരുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 ഇന്ത്യൻ കമ്പനികളെ അമേരിക്കയുടെ ഈ ഉപരോധം ലംഘിച്ചുകൊണ്ട് വ്യാപാരം നടത്തി ഇറാനുമായി സഹകരിച്ചു എന്നതിൻ്റെ പേരിലാണ് അമേരിക്ക ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇറാനിൽ നിന്നും എണ്ണയും ഫാർമസ്യൂട്ടിക്കൽസും അതുപോലെ തന്നെ LPGയും എല്ലാം ഇറക്കുമതി ചെയ്യാം എന്ന ഇന്ത്യയുടെ ആ ഒരു ലക്ഷ്യം അത് തകരുകയും ചെയ്യും. മാത്രമല്ല ഇന്ത്യയുടെ കയറ്റുമതി ഇറാനിലേക്ക് ഏതാണ്ട് 2019 $3.5 ബില്യൺ കയറ്റുമതി ഇന്ത്യ ചെയ്തിരുന്നതാണ്. എന്നാൽ അത് 2026 $1.2 ബില്യൺ കുറഞ്ഞു. ഇറക്കുമതി തീരെ കുറയുകയും ചെയ്തു. ഇറാനുമായിട്ടുള്ള വ്യാപാര ബന്ധം അമേരിക്കൻ ഉപരോധത്തിൻ്റെ പേരിലാണ് ഇന്ത്യ ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരുന്നത്. ശേഷിക്കുന്ന വ്യാപാര ബന്ധവും ഇനിയിപ്പോൾ അമേരിക്ക നടപടി കടുപ്പിച്ചാൽ അവസാനിപ്പിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം അതിരൂക്ഷമായി തുടരുകയും അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിലായി ഇറാൻ ഹോർമോസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് മേൽ ചുങ്കം ചുമത്തുന്നതും അല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്നതിനുള്ള ഫീസ് ഏർപ്പെടുത്തിയതുമാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ആരുടെയും വകയല്ലെന്നും അത് ഒരു അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ് എന്നുമാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ ഇറാൻ പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടേതാണ് എന്നാണ്. ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഏർപ്പെടുത്താനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞു വരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ പാർലമെന്റിൽ അവർ അതിനുവേണ്ടി ഒരു നിയമം പാസാക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇറാനെതിരെ അതിശക്തമായ സാമ്പത്തിക ഉപരോധങ്ങളുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടും ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇറാനെ ഒരു കാരണവശാലും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നിലപാട്. ഈ വർഷം ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സൈനിക നടപടി ഇറാനു നേരെ ആരംഭിച്ചത്. ഇറാന്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഇറാന്റെ ഭരണകൂടത്തെ മാറ്റി അവിടെ മറ്റൊരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നതുമായിരുന്നു ഈ ആക്രമണ ലക്ഷ്യങ്ങൾ. 2 ലക്ഷ്യങ്ങളും നേടാൻ അമേരിക്കയ്ക്കോ അതുപോലെ തന്നെ ഇസ്രായേലിനോ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി വധിക്കപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യാൻ നടക്കുകയാണ് ഇറാൻ. ആണവായുധം കയ്യിൽ കിട്ടിയാലുടൻ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ഇറാൻ പ്രയോഗിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ഭീഷണികൾ ഇതിനു മുമ്പ് ഇറാൻ ഭരണകൂടം നടത്തിയിട്ടുമുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ഈ പ്രതികാരത്തിൻ്റെ ഒരു മനോഭാവവുമായി നിൽക്കുന്ന ഇറാനെ അല്ലെങ്കിൽ ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ വെച്ചുകൊടുത്തിട്ട് മടങ്ങാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. പരമാവധി ഇറാന്റെ കയ്യിലുള്ള സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം കൈക്കലാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം. അതിനുവേണ്ടി ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിരന്തരം അമേരിക്ക ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കൊടുക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. അന്താരാഷ്ട്ര എണ്ണ വിപണിയിലേക്കുള്ള എണ്ണ നീക്കത്തിൻ്റെ 1/5 നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്ത് ഈ ആവശ്യങ്ങൾ നിറവേറ്റാനായി മറ്റ് രാജ്യങ്ങൾ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രാധാന്യത്തെ പോലും കുറച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഹോർമൂസ് കടലിടുക്കിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും അത് ഇറാന്റെ ഭാഗമാണ് എന്നും കാണിച്ച് ഇറാൻ നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ അമേരിക്ക ഹോർമൂസ് കടലിടുക്ക് അമേരിക്കൻ ടെറിട്ടറിയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ സേനാ വിന്യാസം ഹോർമൂസിൽ അമേരിക്ക നടത്തിയിരിക്കുന്നു. അതുവഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം നൽകുമെന്നും ആ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അത് അമേരിക്കൻ നേവിക്ക് മാത്രമാണ് എന്നും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. ഈ വാദങ്ങളെ ചെറുക്കാനായി കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം UAEയുടെ 2-3 കപ്പലുകളെ ഇറാന്റെ റവല്യൂഷണറി
റിഫൈനറി ഗാർഡ് ആക്രമിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നതിനെതിരെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചു വരികയാണ്. ഇത്തരം കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് എന്ന് ഇന്ത്യ പ്രതികരിക്കുന്നുണ്ട്. അതേസമയം തങ്ങളുടെ അനുവാദത്തോടുകൂടി തങ്ങൾക്ക് ഫീസ് നൽകിക്കൊണ്ട് ഇനി കപ്പലുകൾക്ക് കടന്നു പോകാമെന്നാണ് ഇറാൻ പറയുന്നത്. അതേസമയം ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളോ ഇറാനുമായി സഹകരിക്കാത്ത കപ്പലുകളോ ഒന്നും ഹോർമൂസ് കടലിടുക്ക് കടത്തിവിടില്ല. ഒമാൻ തീരത്തോടുകൂടി മറ്റൊരു പാത നിർമ്മിച്ച് അമേരിക്ക കപ്പലുകളെ അതുവഴി കടത്തിവിടുകയാണ്. പക്ഷേ ആ കപ്പലുകളെയാണ് ഇപ്പോൾ ഇറാൻ സൈന്യം ലക്ഷ്യം വയ്ക്കുന്നതും. എന്തായാലും ഹോർമൂസിൽ ഒരു തർക്ക പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഇറാനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുന്നത്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് ഇന്നു മുതൽ ആരംഭിക്കുകയുമാണ്.